എന്താണ് ഇൻസെൻറ്റീവ്സ് എന്നാണ് നോക്കാനുള്ളത്. അതായത് ഇൻസെൻറ്റീവ്സിനെ നമുക്കിങ്ങനെ പറയാം, ഇൻസെൻറ്റീവ് മീൻസ് all measures which are used to motivate people to improve their performance. അതായത് ആളുകളെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നാം ഉപയോഗിക്കുന്ന ഒരു ഡിവൈസ്, ഒരു ടൂളാണ് ഇൻസെൻറ്റീവ് എന്ന് പറയുന്നത്. ഇൻസെൻറ്റീവിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെന്ന് പറയുന്നത് ആ സ്ഥാപനത്തിലെ ആളുകളെ, എംപ്ലോയീസിനെ അല്ലെങ്കിൽ വർക്കേഴ്സിനെ പരമാവധി അവരെ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് അവരുടെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. എന്നാൽ ഇൻസെൻറ്റീവ്സിന് നമുക്ക് പ്രധാനമായിട്ടും രണ്ടായിട്ട് തിരിക്കാം. ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് ആൻഡ് സെക്കൻഡ് വൺ നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്. അതായത് ഫിനാൻഷ്യലായിട്ട് സാമ്പത്തികമായി നാം നൽകുന്ന ഇൻസെൻറ്റീവുകളും സാമ്പത്തികേതരമായി അല്ലെങ്കിൽ നോൺ ഫിനാൻഷ്യലായി നൽകുന്ന ഇൻസെൻറ്റീവുകളും ഉണ്ട്. ഇതിൽ ആദ്യമായിട്ട് എന്താണ് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്നാണ് നോക്കാനുള്ളത്. ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ് എന്ന് വെച്ചാൽ വേറെ ഒന്നുമല്ല, അവിടെ സാമ്പത്തികമായി അല്ലെങ്കിൽ മോണിറ്ററി ആയിട്ടാണ്, പണപരമായാണ് അവിടെ ഇൻസെൻറ്റീവ് നൽകുന്നത്. അതിൽ ഒന്നാമത്തേതാണ് പേ ആൻഡ് അലവൻസ്. നമുക്കറിയാമല്ലോ, നമ്മുടെ ഓരോ എംപ്ലോയീസിനും അവരുടെ ബേസിക് ആയിട്ടുള്ള സാലറി ലഭിക്കാറുണ്ട്. അതുപോലെ തന്നെ അവർക്ക് ഡിയർനെസ് അലവൻസ് പോലെ അല്ലെങ്കിൽ മറ്റ് പലതരത്തിലുള്ള അലവൻസുകൾ ലഭിക്കാറുണ്ട്. അപ്പോൾ അവർക്ക് കൊടുക്കുന്ന ബേസിക് പേ ആയ അവരുടെ സാലറിയും അതുപോലെ തന്നെ അവരുടെ അലവൻസും ഒക്കെ തന്നെ നമുക്ക് ഇത്തരത്തിൽ ഒരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവിൻ്റെ കാറ്റഗറിയിൽ പരിഗണിക്കാവുന്നവയാണ്. സെക്കൻഡ് വൺ പെർക്യൂസിറ്റ്സ്. അതായത് ശമ്പളത്തിനോടൊപ്പം തന്നെ നാം നൽകുന്ന, അധികമായിട്ട് നൽകുന്ന ചില സേവനങ്ങളാണ് യഥാർത്ഥത്തിൽ പെർക്യൂസിറ്റ്സ് എന്ന് പറയുന്നത്. നമുക്കിതിനെ ഫ്രിഞ്ച് ബെനിഫിറ്റ്സ് എന്നും പറയാം. അതായത് എംപ്ലോയീസിന് ഹൗസിംഗ് ഫെസിലിറ്റി നൽകുക, അതുപോലെ തന്നെ അവർക്ക് മെഡിക്കൽ എയ്ഡ്സ്, അവർക്ക് ആരോഗ്യപരമായിട്ടുള്ള എയ്ഡ്സ് നൽകുക, അതുപോലെ തന്നെ കാർ അലവൻസ് കൊടുക്കുക, അതുപോലെ തന്നെ അവർക്ക് ലീവ് ട്രാവൽ കൺസെഷൻ കൊടുക്കുക, അതുപോലെ അവരുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുക തുടങ്ങി ശമ്പളത്തിനോടൊപ്പം തന്നെ, അതായത് നമ്മുടെ സാലറിയോടൊപ്പം തന്നെ നാം അഡീഷണൽ ആയി കൊടുക്കുന്ന ചില സാമ്പത്തിക സേവനങ്ങളെയാണ് പെർക്യൂസിറ്റ്സ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ റിട്ടയർമെന്റ് ബെനിഫിറ്റ് ആണ്. നമുക്കറിയാമല്ലോ, എംപ്ലോയീസ് റിട്ടയർ ആകുന്ന സമയത്ത് അവർക്ക് കൊടുക്കുന്ന ചില ബെനിഫിറ്റ്സ് ഉണ്ട്. പ്രൊവിഡന്റ് ഫണ്ട്, പെൻഷൻ, ഗ്രാറ്റുവിറ്റി, അതുപോലെ തന്നെ മറ്റ് ചില റിട്ടയർമെന്റ് ബെനിഫിറ്റുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ നമുക്ക് ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സിന്റെ ഗണത്തിൽപ്പെടുത്താവുന്നവയാണ്. ആൻഡ് അനദർ വൺ ബോണസ്. എന്താണ് ബോണസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ചില കണ്ടീഷൻസ് എത്തുമ്പോൾ അല്ലെങ്കിൽ ചില സാഹചര്യങ്ങളിൽ നാം കൊടുക്കുന്ന അവരുടെ പെർഫോമൻസിനനുസരിച്ചിട്ട്, അവരുടെ ഹൈ പെർഫോമൻസിനനുസരിച്ചിട്ട് നാം കൊടുക്കുന്ന ഒരു റിവാർഡ്, സാമ്പത്തികമായി നൽകുന്ന ഒരു പ്രതിഫലമാണ് ബോണസ് എന്നുള്ളത്. മറ്റൊന്നാണ് പ്രോഫിറ്റ് ഷെയറിംഗ്. പല സ്ഥാപനങ്ങളും അവർക്ക് അവരുടെ സർപ്ലസ് ഉണ്ടാകുന്ന സമയത്ത്, അതായത് ആ ബിസിനസ് അവർ എക്സ്പെക്ട് ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ആ പ്രോഫിറ്റിന്റെ ഒരു ഷെയർ കൂടി എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. ഇന്ന് പല സ്ഥാപനങ്ങളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അത് കൂടുതൽ ബിസിനസിന്റെ പെർഫോമൻസ് ഇംപ്രൂവ് ചെയ്യാനും അതുപോലെ തന്നെ എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടുള്ള ഒരു ടൂളാണ്. ആൻഡ് അനദർ വൺ കോ പാർട്ട്ണർഷിപ്പ്. അതായത് നേരത്തെ തൊട്ട് മുന്നേ നാം പറഞ്ഞത് പ്രോഫിറ്റിൽ ഷെയർ കൊടുക്കുന്നത് പോലെ എംപ്ലോയീസിന് കമ്പനി എന്ത് ചെയ്യാറുണ്ട്, അവരുടെ ഷെയർസ് മാർക്കറ്റിൽ കൊടുക്കുന്നതിനേക്കാൾ വില കുറച്ച് ആ കമ്പനി മാർക്കറ്റിൽ എത്ര രൂപയ്ക്കാണോ ആ ഷെയർ ഇറക്കുന്നത് അതിനേക്കാൾ കുറഞ്ഞ വിലയിൽ അവരുടെ എംപ്ലോയീസിന് കൊടുക്കാറുണ്ട്. അതോടുകൂടി ആ എംപ്ലോയീസ് കൂടി ആ സ്ഥാപനത്തിന്റെ ഓണേഴ്സ് ആയിട്ട് മാറുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് എംപ്ലോയീസിനെ മോട്ടിവേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ അതൊരു ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് ആണ്. അതുപോലെ തന്നെ മറ്റൊന്നാണ് സജഷൻ സിസ്റ്റം. അതായത് നമ്മുടെ പ്രോഫിറ്റ് കൂട്ടുക അല്ലെങ്കിൽ നമ്മുടെ സ്ഥാപനത്തിന്റെ ലാഭം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ചെലവ് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും എംപ്ലോയീസിന് അവരുടെ സജഷൻസ് നൽകാൻ പറ്റും. അപ്പോൾ ഈ എംപ്ലോയീസിന്റെ സജഷൻ സ്വീകരിച്ചതിന് ശേഷം അത് നടപ്പിലാക്കുന്നതിലൂടെ നമ്മൾ പ്രോഫിറ്റ് കൂടുകയും നമ്മുടെ ചെലവ് കുറയുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ സ്വാഭാവികമായിട്ടും ഈ എംപ്ലോയീസിന് നാം ഒരു റിവാർഡ് നൽകാറുണ്ട്. അതായത് അവരുടെ സജഷന് വേണ്ടിയിട്ട് അവരുടെ അഭിപ്രായത്തിൽ ബിസിനസിന്റെ ലാഭം വർദ്ധിച്ച ഒരു സാഹചര്യത്തിൽ അവർക്ക് നാം ഒരു റിവാർഡ്, പ്രതിഫലം കൊടുക്കാറുണ്ട്. ഇതാണ് സജഷൻ സിസ്റ്റം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത് നോൺ ഫിനാൻഷ്യൽ ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണെന്നാണ്. അതായത് ഫിനാൻഷ്യൽ അല്ലാതെ നാം നൽകുന്ന ഇൻസെൻറ്റീവ്സ് എന്തൊക്കെയാണ്. ദ വെരി ഫസ്റ്റ് വൺ, ജോബ് എൻറിച്ച്മെന്റ്.
ജോബ് എൻറിച്ച്മെന്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പറയാം, കൂടുതൽ ചലഞ്ചിങ് ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ ആ ജോബ് എന്താണോ ആ ജോബുമായിട്ട് എംപ്ലോയീസിനെ കൂടുതൽ ഇൻവോൾവ് ചെയ്യുന്നതിനും അവർ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ജോബ് പ്രൊവൈഡ് ചെയ്യുക, ഇതാണ് ജോബ് എൻറിച്ച്മെന്റ് എന്ന് പറയുന്നത്. മറ്റേതാണ് പോസിറ്റീവ് ഓർഗനൈസേഷൻ ക്ലൈമറ്റ്, അതായത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ വർക്ക് സ്പേസിൽ നമ്മുടെ ജോലി സ്ഥലത്ത് എംപ്ലോയീസിന് വളരെ പോസിറ്റീവ് ആയിട്ടുള്ള നല്ല ക്ലൈമറ്റ് പ്രൊവൈഡ് ചെയ്യുക എന്ന് വെച്ചാൽ നല്ല ഒരു മോട്ടിവേഷൻ ഫാക്ടറാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള എൻവയോൺമെന്റ്, അതുപോലെ തന്നെ നോൺ പൊല്യൂട്ടഡ് ആയിട്ടുള്ള, അതുപോലെ തന്നെ ഡേഞ്ചറസ് അല്ലാത്ത ജോബ് വർക്ക് സിറ്റുവേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ്. മറ്റൊന്നാണ് എംപ്ലോയി റെക്കഗ്നിഷൻ പ്രോഗ്രാം. അതുപോലെ തന്നെ നന്നായിട്ട് വർക്ക് ചെയ്തിട്ടുള്ള എംപ്ലോയീസ് ഉണ്ടാകും അല്ലേ, അവരെ റെക്കഗ്നൈസ് ചെയ്യുക, അവരെ അപ്രീഷിയേറ്റ് ചെയ്യുക, അവരുടെ നല്ല കാര്യങ്ങളെ വളരെ പോസിറ്റീവായി കാണുക. ഇതൊക്കെ തന്നെ നമുക്ക് എംപ്ലോയീസ് റെക്കഗ്നിഷൻ പ്രോഗ്രാംസ് ആണ്. ഇതൊക്കെ തന്നെ മോട്ടിവേഷന്റെ അല്ലെങ്കിൽ ഇൻസെന്റീവ്സിന്റെ ഭാഗമാണ്. മറ്റേതാണ് എംപ്ലോയീസ് എംപവർമെന്റ്, അതായത് എംപ്ലോയീസിന് കൂടുതൽ പവേഴ്സ് നൽകുക, എംപ്ലോയീസിന് കൂടുതൽ ഓട്ടോണമി, അവർക്ക് കൂടുതൽ പ്രവർത്തന സ്വാതന്ത്ര്യം നൽകുക. ഇതിലൂടെയൊക്കെ നമുക്ക് എംപ്ലോയീസിനെ എംപവർ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. മറ്റൊന്നാണ് സ്റ്റേറ്റസ് എന്നുള്ളത്. ഒരു ഓർഗനൈസേഷനിലെ ജോബ് ഒരാളുടെ സ്റ്റേറ്റസിന്റെ ഭാഗമാണ് അല്ലെ. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കൂടുതൽ അല്ലെങ്കിൽ നല്ലൊരു പൊസിഷനിലേക്ക് എത്തുക അല്ലെങ്കിൽ നല്ലൊരു സ്ഥാപനത്തിൽ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് അവരുടെ ഈഗോ നീഡിന്റെ ഭാഗമാണ്, അല്ലെങ്കിൽ അത് അവരുടെ സ്റ്റേറ്റസ് ഇംപ്രൂവ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. മറ്റൊന്നാണ് ജോബ് സെക്യൂരിറ്റി, അതായത് ഒരു എംപ്ലോയിയെ സംബന്ധിച്ചിടത്തോളം ആ സ്ഥാപനത്തിൽ അവർക്ക് സ്ഥിരമായി ശമ്പളം നൽകുക, അതുപോലെ തന്നെ ഭാവിയെക്കുറിച്ച് ഓർത്തിട്ട് അവർക്ക് വേറൊരു ബുദ്ധിമുട്ടുണ്ടാകാൻ പാടില്ല. അതായത് ഉറപ്പായിട്ട് ആ സ്ഥാപനം നമ്മളെ പിരിച്ചുവിടില്ല എന്നൊരു മാനസികാവസ്ഥ എംപ്ലോയീസിൽ എത്തിക്കഴിഞ്ഞാൽ എംപ്ലോയീസ് കൂടുതൽ ഇഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അനദർ വൺ എംപ്ലോയീസ് പാർട്ടിസിപ്പേഷൻ, അതായത് എംപ്ലോയീസിന്റെ ഇൻവോൾവ്മെന്റ് അല്ലെങ്കിൽ അവരുടെ കൂടുതൽ ഇടപെടൽ ആ സ്ഥാപനത്തിൽ കൊണ്ടുവരിക. അതായത് നമ്മുടെ ബിസിനസ് അല്ലെങ്കിൽ നമ്മുടെ ഓർഗനൈസേഷൻ ഡിസിഷൻസ് എടുക്കുന്ന സമയത്ത് ആ ഡിസിഷൻ ടേക്കിംഗ് പ്രോസസ്സിൽ അല്ലെങ്കിൽ ആ ഡിസിഷൻ മേക്കിങ്ങിന്റെ സമയത്ത് കൂടുതൽ പാർട്ടിസിപ്പേഷൻ എംപ്ലോയീസിന് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇവയാണ് പ്രധാനമായിട്ടുമുള്ള ഫിനാൻഷ്യൽ ആൻഡ് നോൺ ഫിനാൻഷ്യൽ ഇൻസെന്റീവ്സ് ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നവ.